ഹായ് എല്ലാവർക്കും നമസ്കാരം. ജോസ്മി ആട്ടോ. നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പൊട്ടി ട്രെയിനിങ് ഒക്കെ കൊടുക്കണ്ടേ? ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് അപ്പിയിട്ട് നടന്നും ഡയപ്പറിലൊക്കെ അപ്പിയിട്ട് നടന്നും ഡ്രസ്സിലൊക്കെ അപ്പിയിട്ട് നടന്നൊക്കെ മതിയോ? പോരല്ലോ, നമുക്ക് നല്ല ട്രെയിനിങ് എല്ലാം കൊടുക്കണം. അപ്പം കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പോട്ടി ട്രെയിനിങ് കൊടുക്കാമെന്നുള്ള കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോട്ടി ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. വെറും ഒരു ദിവസം കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് അവർക്ക് ആ ഒരു ട്രെയിനിങ് നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ പോലെ നല്ല മക്കളൊക്കെ ആയിരിക്കണം. ഇതുപോലത്തെ ടീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു ദിവസം പോയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ജോഡു എങ്ങനെയായിരുന്നു എന്നറിയാമോ? ജോഡുവിനെ ഞാൻ പോട്ടി ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 15-20 മിനിറ്റോളം കൊണ്ടുപോയിട്ട് ഞാൻ അവനെ കൊണ്ട് വാഷ്റൂമിൽ ക്ലോസറ്റിൽ കൊണ്ടേ ഇരുത്തി അതുവരെ അവൻ അപ്പിയും വേണ്ട ചൂച്ചിയും വേണ്ട ഒരു സാധനം വേണ്ട ഒന്നും ചെയ്യൂല. അപ്പം ഞാൻ കരുതും ഓക്കെ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഇനി കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് നോക്കാം, ഒന്നുകൂടെ കൊണ്ടേ ഇരുത്തി നോക്കാം എന്നൊക്കെ കരുതി ഞാനിങ്ങനെ എടുത്ത് ആ 20 മിനിറ്റ് ഞാൻ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ 21ാമത്തെ മിനിറ്റ് ഇവനെ ഞാൻ ക്ലോസറ്റിൽ നിന്ന് എടുത്ത് ഞാൻ വാഷ്റൂമിൽ നിന്ന് പുറത്തിറക്കി ഞാൻ താഴെ നിർത്തി ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ആള് ഡ്രസ്സിൽ സാധിച്ചു വെച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ അപ്പിയിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചൂച്ചി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. അതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. നമ്മൾ ഒരു ദിവസം 1 തവണയോ 2 തവണയോ 3 തവണയോ അങ്ങനെയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം ഇത് തന്നെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ? സ്നേഹത്തോടെ പറഞ്ഞു നോക്കി, കുറച്ചൊന്ന് ചൂടായി പറഞ്ഞു നോക്കി, നല്ല പോലെ ചൂടായി പറഞ്ഞു നോക്കി, ആയുധങ്ങളെടുത്ത് പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. ഈ സെയിം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെതായ രീതിയിൽ ഞാനൊന്ന് മാറ്റിയും പെറുക്കിയും ഒക്കെ ഒരു 5 കാര്യങ്ങൾ ഞാനൊന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവനൊരു 3 ദിവസം, മാക്സിമം 3 ദിവസം എടുത്തിട്ടില്ല എനിക്കൊന്ന് 2 ദിവസം കൊണ്ട് അവൻ്റെ പോട്ടി ട്രെയിനിങ് അതുമായിട്ട് യൂസ്ഡായി. ഇപ്പം അവന് മോഷൻ പോകണമെന്നുണ്ടെങ്കിൽ എന്നോട് വന്ന് പറയും, അമ്മ അപ്പിന്ന് വന്ന് പറയും. അതുപോലെ യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മ ചൂച്ചി എന്ന് പറയും. അപ്പം ഞാൻ കൊണ്ടുപോയിട്ട് വാഷ്റൂമിലോ ഇനിയിപ്പോൾ പുറത്താണെങ്കിൽ എവിടെയെന്ന് വെച്ചാൽ അവനെ ഞാൻ യൂറിൻ ഞാൻ പാസ് ചെയ്യിക്കും. അതുപോലെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ് ഞാൻ ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, പോട്ടി ട്രെയിനിങ് എന്ന് പറയുന്നത് എല്ലാ മക്കൾക്കും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പം എൻ്റെ തന്നെ 2 കുഞ്ഞുങ്ങളാണ്, ഒന്ന് ജ്വാനും ഒന്ന് ജോഡിനും. ജ്വാനെ സംബന്ധിച്ച് എനിക്ക് ഇതിൻ്റെ പകുതി ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതൊരു പാവം കൊച്ചായിരുന്നുള്ള എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. പക്ഷേ ജോഡിനെ സംബന്ധിച്ച് ഒരു നിർബന്ധം പോലെ, ഞാൻ ക്ലോസറ്റ് വെക്കില്ല, ഞാൻ ചെയ്യില്ല, അങ്ങനെ ഒരു നിർബന്ധം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവൻ്റെ കാര്യത്തിൽ കേട്ടോ. പക്ഷേ നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ അതുമായിട്ട് സെറ്റായി കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ, എല്ലാ അമ്മമാർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിച്ചുകൊണ്ട് നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു 5 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര വാശിയുള്ള മക്കളാണെങ്കിലും എത്ര നിർബന്ധ ബുദ്ധിയുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് പോട്ടി ട്രെയിനിങ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അതിൽ ഏതാണ് ഈ 5 കാര്യം എന്നുള്ളത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് മോഷൻ പാസ് ചെയ്യണമെങ്കിലും യൂറിൻ പാസ് ചെയ്യണമെങ്കിലും ക്ലോസറ്റിൽ പോയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു പോട്ടി ചെയറോ പോട്ടി സീറ്റോ നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മുടെ കയ്യിൽ ഉണ്ടാകുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മൾ കുറച്ച് പ്രോമിസ് ചെയ്യുക. നാലാമത്തെ കാര്യം, നമ്മൾ കുറച്ച് അവരെ എൻ്റർടൈൻ ചെയ്യുക. അഞ്ചാമത്തെ കാര്യം, ചെയ്ത പ്രോമിസ് നമ്മൾ പാലിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം എന്താണ്? പോട്ടി ട്രെയിനിങ് തുടങ്ങണമെങ്കിൽ നമുക്ക് അവർക്ക് പോട്ടി സീറ്റോ പോട്ടി ചെയറോ നമുക്ക് ആവശ്യമുണ്ട്. പോട്ടി ചെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ടോയ് പോലെയുള്ള സംഭവങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഹോൾ ഉണ്ടാവും. അതിനകത്തോട്ട് കുഞ്ഞുങ്ങളെ ഇറക്കി ഇരുത്തുക, കുഞ്ഞുങ്ങൾ അപ്പിയിടുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ക്ലോസറ്റിൻ്റെ ഷേപ്പിൽ തന്നെയുള്ള സംഭവങ്ങളുണ്ടാവും. നമ്മൾ അതിനകത്തോട്ട് കുഞ്ഞുങ്ങളെ ഇരുത്തുന്നു, അവരെ നമ്മൾ അതിനകത്ത് അപ്പിയിടാൻ വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നു. യൂറിൻ പാസ് ചെയ്യാൻ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നു. ഇനി ഇതൊന്നും അല്ലാത്തൊരു സാധനമുണ്ട്, പോട്ടി സീറ്റ് എന്ന് പറയും. ഓക്കെ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മൾ ഇങ്ങനത്തെ സംഭവം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റേതെന്ന് പറയുമ്പോൾ, കാരണം നമ്മൾ ഇതാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് ക്ലോസറ്റുമായിട്ട് ഒരു കണക്ഷൻ വരും. ഈ ക്ലോസറ്റ് എന്ന് പറയുന്നത് അവർക്ക് അപ്പിയിടാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒരു ചെറിയ രീതിയിലൊന്ന് അവർക്കൊന്ന് മനസ്സിലാക്കിച്ച് കൊടുക്കുക നല്ലതാട്ടോ.
ഞാനത് മനസ്സിലാക്കിച്ച് കൊടുത്തോണ്ടിരുന്നത് ജോൻ ഇപ്പം വാഷ്റൂമിലൊക്കെ പോകുന്ന നേരത്ത് അവനിപ്പം അപ്പിയിടാൻ പോകുന്ന നേരത്തോ അല്ലെങ്കിൽ ചൂച്ചി വെക്കാൻ പോകുന്ന നേരത്തൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് അവനോട് ഞാൻ പറയും, ജോനോട് ഞാൻ പറയും, ചേട്ടായി അപ്പിയിടാൻ പോയി, ചേട്ടായി ചൂച്ചി വെക്കാൻ പോയി എന്നുള്ള വാഷ്റൂം എന്ന് പറയുന്നത് അതിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളത് അവന് ഞാനിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചുകൊണ്ടേ അത് ഞാൻ ഇരുന്നു. എന്നിട്ടാണ് ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ അവന് തന്നെ ഒരു മനസ്സിലാവും, ചേട്ടായി എന്ത്, ചേട്ടായി ചൂച്ചി, ചേട്ടായി അപ്പി, ചേട്ടായി വാഷ്റൂമിലാണെന്നുണ്ടെങ്കിൽ ചേട്ടായി ചൂച്ചി, ചേട്ടായി അപ്പി എന്ന് അവൻ പറയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുമായിട്ട് അവനൊന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ഈ വാഷ്റൂം എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത്. അപ്പം പിന്നെ നമ്മൾ പൊട്ടി സീറ്റ് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ പൊട്ടി ഇങ്ങനത്തെ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടി സീറ്റ് ഇങ്ങനത്തെ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഈ കുഷ്യൻ ഉണ്ടായിരിക്കണം, രണ്ട് ഈ ഹാൻഡിലുള്ളതാണ് കുറച്ചും കൂടെ നല്ലത്. ഇങ്ങനത്തെ ഈ ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ ഈ കുഷ്യൻ ഇല്ലാത്ത സീറ്റുകൾ നമുക്ക് കിട്ടും. അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങരുത്. ഇത് അറിയില്ലാത്തവർക്ക് കൂടി പറഞ്ഞു തരാം. നമ്മൾ ക്ലോസറ്റിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ ഒരു സീറ്റ് പോലെ നമ്മളിങ്ങനെ വെച്ചിട്ട് കുഞ്ഞുങ്ങൾ ഇതിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ താഴേക്ക് ഇറങ്ങി പോകത്തില്ല. അപ്പോൾ ഈ കുഷ്യൻ ഇല്ലാത്ത സാധനമാണ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ കുഞ്ഞിക്കാലല്ലേ, കുറച്ചധികം നേരം നമ്മൾ ഇരുത്തേണ്ടൊക്കെ വരുമല്ലോ. അപ്പോൾ അവർക്ക് വേദന എടുക്കും ഭയങ്കര. പിന്നെ അവർക്ക് ഈ അപ്പിയിടാൻ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു കാര്യമായി പോകും. അപ്പോൾ അവർക്ക് ഒരിക്കലും ഇത് ബുദ്ധിമുട്ടോടുകൂടി അവർ വന്ന് ചെയ്യുന്ന ഒരു കാര്യമാകരുത്. നമ്മളൊന്ന് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാക്കി നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പം ഈ ഡിസ്കംഫർട്ട് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുക, കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ ഈ ഹാൻഡിൽ എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇരിക്കാൻ നേരത്ത് ഇങ്ങനെ ചുമ്മാ കൈയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല, അവർക്ക് ഇങ്ങനെ ഇതിൽ പിടിച്ചോണ്ടിരിക്കാം. ഇത് ഫ്രണ്ട് ഭാഗമാണ്, ഇവരുടെ ബാക്ക് ഇങ്ങോട്ടേക്കാണ് പോവുക. അപ്പോൾ അവർക്ക് ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് അവർക്ക് ഇരിക്കാൻ പറ്റും. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ സീറ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പൊട്ടി ചെയറുകളാണ് വാങ്ങുന്നുണ്ടെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില മക്കളുണ്ടല്ലോ ഈ നിലത്തിരുന്നിട്ടുള്ള ആ ഒരു ടോയ് പോലത്തുള്ള പൊട്ടി ചെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്താണ് അവർ യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, പിന്നെ അവർ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ഷോപ്പിംഗ് മാളിൽ പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നമുക്കൊന്ന് വാഷ്റൂമിൽ ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു സെയിം സീറ്റ് ഇല്ലാണ്ട് ഇവർക്ക് മോഷൻ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥ വരും. കാരണം അവർക്ക് അത് തന്നെ വേണം, അവർ അതുമായിട്ടാണ് സെറ്റായത്. അപ്പം അതൊരു ചില കുഞ്ഞുങ്ങൾ എനിക്ക് അങ്ങനെ അറിയാം, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു കേട്ടോ. എന്നാൽ നമ്മൾ ഇങ്ങനത്തെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നമ്മുടെ ക്ലോസറ്റിൻ്റെ പുറത്ത് ഒരു കവർ പോലെ അവർ താഴേക്ക് വീഴാതിരിക്കാൻ ഒരു സീറ്റ് പോലെ നമ്മൾ വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ക്ലോസറ്റ് കാണുമ്പോൾ പുറത്ത് പോകുമ്പോഴാണെങ്കിൽ തന്നെ അവർക്കത് ഇപ്പം മോഷൻ പാസ് ചെയ്യണമെങ്കിൽ അവർക്ക് അതിനകത്ത് പാസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല അവർക്ക് പിന്നീട് നമ്മൾ ഈ ഒരു താഴെ ഇരിക്കുന്ന ചെയറിൽ നിന്ന് നമ്മളൊരു ക്ലോസറ്റിലോട്ട് ഒരു ഷിഫ്റ്റ് ചെയ്യേണ്ട ആ ഒരു ബുദ്ധിമുട്ടും കൂടെ നമുക്ക് മാറിക്കിട്ടും. ഇത് തന്നെ ക്ലോസറ്റിൽ തന്നെ എല്ലാം ചെയ്യാൻ പാകത്തിന് നമുക്ക് അവരെ സെറ്റാക്കി എടുക്കാനാണ് കുറച്ചും കൂടെ നല്ലത്. അതുകൊണ്ട് ഇങ്ങനത്തെ സീറ്റ് വാങ്ങുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. ഞാൻ ജോൻ്റെ സമയത്ത് ചെയർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നിലത്ത് വെക്കുന്നത്. പക്ഷെ അത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് എനിക്കുണ്ട്, ഇത് ഉപയോഗിച്ചുകൊണ്ടും ഇരിക്കുകയാണ് ഞാനിപ്പം. അപ്പം എനിക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നിയത് ഇതാണ് നല്ലത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയ കാര്യം കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ തീരെ ഇല്ലാത്ത ഒരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. ആ ഒരു സമയം നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുക. പ്രത്യേകിച്ച് നമ്മൾ അമ്മമാരുടെ സമയം ഒരു 1 വീക്ക് അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 2-3 ദിവസമെങ്കിലും നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ സമയവും നമ്മൾ ഇവർക്ക് വേണ്ടി ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇവരെ നമ്മൾ ഈ ഒരു സീറ്റ് ക്ലോസറ്റിന് പുറത്ത് കൊണ്ട് നമ്മൾ വെക്കുന്നു. ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ മോഷൻ പാസ് ചെയ്യാനും യൂറിൻ പാസ് ചെയ്യാനും നമ്മൾ കൊണ്ട് ഇരുത്തുകയാണ്. ഇരുന്ന് കഴിഞ്ഞിട്ട് അവരോട് നമ്മൾ പറയുകയാണ് മോശം പാസ് ചെയ്യാൻ അപ്പിയിടൂ, ചൂച്ചി വെക്കൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും അവരപ്പോൾ ഒന്നും ചെയ്യണമെന്നില്ല. ഇവരിങ്ങനെ ഓരോ മണിക്കൂറിനിടയിൽ ഇപ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, തണുപ്പുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടുമ്പോൾ ഒക്കെ നന്നായി വെള്ളം കുടിക്കുന്ന മക്കളാണെങ്കിൽ ഇവർ യൂറിൻ പാസ് ചെയ്യും. നമുക്കറിയാം ഇവർ എത്ര സമയം ഗ്യാപ്പിലാണ് ചെയ്യുന്നത്. അത് ആദ്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. യൂറിനൊക്കെ ഇവർ എത്ര സമയം ഗ്യാപ്പിലാണ് നമ്മുടെ മക്കൾ ചെയ്യുന്നതെന്നുള്ളത്. അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇവരെ കൊണ്ട് ഇരുത്താൻ വേണ്ടി. യൂറിൻ്റെ കാര്യത്തിൽ, മോഷൻ്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ എണീറ്റ പാടെ കൊണ്ടുപോയി ഇരുത്തി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ പാടെ നമുക്കൊന്ന് ഇരുത്തി നോക്കാം. ആ ഒരു സമയത്തൊക്കെ ആണല്ലോ വയറ്റിൽ നിന്ന് പോകാൻ ടെൻഡൻസി വരുന്നത്. ഇനി അതിലൊന്നും നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ കൂടിയോ 1 മണിക്കൂർ കൂടിയോ ഇവരെ നമ്മൾ ക്ലോസറ്റിൽ കൊണ്ടേ ഇരുത്തുക. എന്നിട്ട് അപ്പിയിടുക എന്നുള്ളത് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക. അപ്പിയിടുക എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല ആദ്യം. വാഷ്റൂം എന്ന് പറയുന്നത് നമുക്ക് അപ്പിയിടാനും നമ്മുടെ ചൂചി വെക്കാനും യൂറിൻ പാസ് ചെയ്യാനും ഉള്ളതാണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആ ക്ലോസറ്റ് എന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ട് ഇരുത്തുക. എന്നിട്ട് അവരോട് പറയുക അപ്പിയിടുക എന്നുള്ളത് പറയുക. അവരെ അപ്പിയിടുകയല്ല, ജന്മം ഉണ്ടെങ്കിൽ അവർ അപ്പിയിടൂല. പക്ഷേ 1-2-3 ദിവസം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂർ കൂടുമ്പോഴോ 1 മണിക്കൂർ കൂടുമ്പോഴോ നമ്മൾ കൊണ്ടിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്നെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ടേ ഇരുത്തുന്നത്. അപ്പോൾ ഒരു അപ്പിക്ക് വേണ്ടിയിട്ടാണ്, എന്നാൽ ഇട്ട് കൊടുത്തേക്കാന്ന് ദയവ് തോന്നി അവരങ്ങ് ചെയ്തോളൂ.
പക്ഷെ അത് വെറുതെ പറഞ്ഞാൽ കേട്ടോ, രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എന്തായാലും അവർ അതുമായിട്ട് സെറ്റാകും. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഓരോ മണിക്കൂറും ഞാൻ 2-3 ദിവസത്തേക്ക് ഞാൻ എൻ്റെ വീഡിയോസ് പോലും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ആ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, ആ സമയത്തൊക്കെ ഷോർട്സ് മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ആ സമയം ഫുള്ള് ഞാൻ ഇവന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ടിരുന്നത്. ഓരോ മണിക്കൂർ ഇടപെട്ട് ഞാൻ ഇവന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരുത്തിക്കൊണ്ടേയിരിക്കും. ഒന്നെങ്കിൽ ഞാൻ ചൂച്ചി വെക്കാൻ പറയും, അല്ലെങ്കിൽ അപ്പി വെക്കാൻ പറയും. ഇത് ഏതെങ്കിലും ഒന്ന് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വീക്ക്നെസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. നമുക്കറിയാലോ, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കുക. ആ ഒരു നമ്മൾ മനസ്സിലാക്കിയ കാര്യം വെച്ചിട്ട് വേണം നമ്മൾ ഇവിടെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്. അതായത് ചില കുഞ്ഞുങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ ഇഷ്ടമായിരിക്കാം, ചില കാർട്ടൂൺസ് ഇഷ്ടമായിരിക്കാം, ചില ഗെയിംസ് ഇഷ്ടമായിരിക്കാം, ചില ടോയ്സ് ഇഷ്ടമായിരിക്കാം. അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചില കാര്യങ്ങൾ, വളരെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാകാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ പൊട്ടി സീറ്റിൽ കൊണ്ട് ഇരുത്തിയതിന് ശേഷം അവരോട് പറയുക, അപ്പി ഇടുവാണെന്നുണ്ടെങ്കിൽ അമ്മ ഈ കാര്യം ചെയ്തു തരാം, അല്ലെങ്കിൽ അപ്പി ഇടുവാണെങ്കിൽ നമുക്ക് അവിടെ പോകാം, അപ്പി ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന കാര്യം ചെയ്യാം. അപ്പം നിങ്ങൾ ചിന്തിക്കാം, ഈ 2 വയസ്സുള്ള കൊച്ചിനോട് അല്ലെങ്കിൽ 1.5 വയസ്സുള്ള കൊച്ചിനോട് ഇതൊക്കെ പറഞ്ഞാൽ വല്ല മനസ്സിലാവുമെന്ന്. അതൊക്കെ മനസ്സിലാവും. ഇവർ ജനിച്ചപാടെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടാണ് ഇവർ വരുന്നത്. 1.5 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് മനസ്സിലാവും. ജോർഡനോടൊക്കെ പറഞ്ഞ്, ജോർഡൻ 2 വയസ്സാണ്, പറഞ്ഞ് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഒന്നും മനസ്സിലാവാതെ ഇല്ല, നമുക്കാണ് പിന്നെ മനസ്സിലാവാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രോമിസ് ചെയ്യുക. ജോർഡൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്തത്, അവനെ സംബന്ധിച്ച് അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ബാഹുബലി കാണുക. അവനിങ്ങനെ ഒരു ബാഹുബലിക്ക് അഡിക്റ്റാണ്. ബാഹുബലി ഒരു ദിവസം ഒരു 100 തവണ വെച്ച് കൊടുത്താലും അവന് ഒരു മടിയില്ലാതെ അവൻ ഇരുന്ന് മൊത്തത്തിൽ കാണും. ബാഹുബലിയുടെ വലിയൊരു ഫാനാണ് അവൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവന് ഈ പാട്ട് വെച്ച് കൊടുക്കുക. പാട്ടെന്ന് പറയുമ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റുന്ന പാട്ട്. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ആ ലിയോയിലെ നാനടിത വരവ, ആ പാട്ട് അവൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പാട്ട് വെച്ച് കൊടുക്കുക എന്നുള്ളത് അവൻ്റെ അടുത്ത ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോഴീനെ കാണിച്ചു കൊടുക്കുക. കോഴീനെ ഭയങ്കര ഇഷ്ടമാണ്. കോഴീനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അവനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത്. അവനോട് ഞാൻ പറയും, ജോഡു അപ്പിയിടുവാണെന്നുണ്ടെങ്കിൽ അമ്മ നാനടി വെച്ച് തരാം, അല്ലെങ്കിൽ അമ്മ ബാഹുബലി വെച്ച് തരാം. ഇത് പറയുമ്പോഴത്തേക്കും അവനറിയാം ഈ ഒരു സംഭവം ചെയ്യുമ്പോഴത്തേക്കുമാണ് അമ്മ എനിക്ക് ഇന്ന കാര്യങ്ങൾ തരും എന്നുള്ളത്. അവന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ഞാൻ തരാമെന്ന് പറയുവാണ്, ഈ കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ. അപ്പോൾ അവൻ ട്രൈ ചെയ്യും. ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ, ഞാൻ അവനെ കൂടെ ചെയ്യിപ്പിക്കാൻ നേരത്തെ ഞാൻ അവനോട് പറഞ്ഞു, ജോഡു ബാഹുബലി വെച്ച് തരാം, അപ്പി ഇടുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞപ്പോഴത്തേക്കും പാവം അപ്പിയൊന്നും വരുന്നൊന്നുമില്ല. പക്ഷെ അവൻ ഇങ്ങനെ അവനൊരു മുക്കുക കേട്ടോ. അവനറിയാം അങ്ങനെ എന്തോ ഒരു പ്രഷർ കൊടുത്തെങ്കിലാണ് ഈ സംഭവം വരിക എന്നുള്ളത്. കാരണം പിള്ളേർക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണല്ലോ. അപ്പോൾ അവനതങ്ങനെ ചെയ്യുവാണ്. പക്ഷേ ആ സമയത്തൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. 2ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും 3ാം ദിവസമൊക്കെ ആയപ്പോഴത്തേക്കുമാണ് അവൻ സംഭവങ്ങളൊക്കെ കാര്യങ്ങളായിട്ട് നടന്നത് കേട്ടോ. സോ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രോമിസ് ചെയ്യുക. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ തരാം, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യുവാണെങ്കിൽ തരാമെന്നുള്ളത് പ്രോമിസ് ചെയ്യുക. 4ാമത്തെ കാര്യം എൻ്റർടൈൻ ചെയ്യുക. അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ പൊട്ടി സീറ്റിൽ കൊണ്ടുപോയിട്ട് ക്ലോസറ്റിൽ കൊണ്ടുപോയി നമ്മൾ ഇരുത്തി, എന്നിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുവാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ആൾക്കാർ നമ്മളിങ്ങനെ നോക്കി അപ്പി ഇടൂ എന്നും അല്ലെങ്കിൽ ചൂച്ചി വെക്കും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. നമ്മൾ അങ്ങനെ ചെയ്യും, നമ്മൾ നോക്കിയിരിക്കുകയല്ല വേണ്ടത്. അവർക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ആക്കി കൊടുക്കുക ആ ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു ഒരു സ്റ്റൂൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റൂള് ഞാൻ ഇതിനു വേണ്ടി വാങ്ങിയൊരു സ്റ്റൂളാണ് കേട്ടോ. വാഷ്റൂമിൽ പോയിട്ട് അവൻ്റെ കൂടത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ കുഞ്ഞ് ചെയറാണ് കേട്ടോ ഇത്. കാരണം അവനെ ഒറ്റയ്ക്ക് ഞാൻ ക്ലോസറ്റിൽ ഞാൻ വിട്ടുകൊണ്ടിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഇരുത്തിയിട്ട് മോനെ അപ്പി ഇട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോന്നിട്ടുമില്ല. നമുക്ക് അത്രയും സമയം നമ്മുടെ കൊടുത്ത് അത്രയും നേരം നമ്മൾ ക്ലോസറ്റിൽ നമ്മൾ നിൽക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കാലിൽ നമ്മൾ മടങ്ങിയിരിക്കുക എന്നുള്ളതും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചെയർ ഞാൻ വാങ്ങി, എന്നിട്ട് ഞാൻ അവൻ്റെ ഫ്രണ്ടിൽ, അവൻ ക്ലോസറ്റ് ഇരിക്കും, അവൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കും. എന്നിട്ട് ഞാൻ അവനെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിക്കും. അവന് ഇഷ്ടമുള്ള പാട്ടുകൾ പാടുന്നു. ഇപ്പോൾ അവനെ ഈ പറഞ്ഞ നാനടിത എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യം, അവനും ഡാൻസ് കളിക്കും, സ്റ്റെപ്പുകൾ അവനും ചെയ്യും, ഞാനും അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളങ്ങനെ ആ ഒരു സമയം മാക്സിമം ബോറിങ് അല്ലാതെ ഏറ്റവും ഫണ്ണി ആക്കി, അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള, അവിടെ പോയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബോറാണ്, കൊള്ളൂല എന്ന് പിള്ളേർക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൂടുതൽ പോയി ഇരിക്കുക, നമ്മൾ അവരെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതൊരു ഇഷ്ടമുള്ള കാര്യമാവും. കാരണം അവിടെ പോയിട്ടിരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, വർത്താനം പറയുന്നു, കൈയിട്ടുന്നു, അതൊക്കെ ചെയ്യുന്നു. അപ്പോൾ നല്ല പരിപാടിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബോറിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. 5ാമത്തെ കാര്യം, ഇവർ വൺസ് അപ്പിയിട്ടു, എന്തായാലും 1-2 ദിവസം കൊണ്ട് അപ്പി വിടും, ചൂച്ചിയും വെക്കും. ഒരിക്കൽ അവർ ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ, ഒരു ചൂച്ചി എന്ന് പറയുന്നത്, യൂറിൻ എന്ന് പറയുന്നത് ഒരു ഡ്രോപ്പേ വന്നിട്ടുള്ളെങ്കിൽ കൂടെ നമ്മൾ മാക്സിമം അപ്രീഷിയേറ്റ് ചെയ്യുക അവരെ ഇങ്ങോട്ടേക്ക്. അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് അയ്യോ അമ്മയുടെ ചക്കരമുത്താണേ, മിടുക്കനാണേ, അല്ലെങ്കിൽ മിടുക്കിയാണേ, അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ വാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ വാനോളം അങ്ങ് പുകഴ്ത്തുക. അതോടൊപ്പം തന്നെ പ്രോമിസ് ചെയ്ത കാര്യം
നമ്മൾ സാധിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്, അപ്പിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് കൊണ്ടാകാം, ചൂച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയാം ഞാനിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ അമ്മ ഭയങ്കര സന്തോഷമായി, വീട്ടിലുള്ളവരൊക്കെ സന്തോഷമായി. ഞാൻ അപ്പിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര എനിക്ക് ഉമ്മ തരുന്നു, കെട്ടിപ്പിടിക്കുന്നു. അവർക്ക് മനസ്സിലാവും. അവരത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തോ വലിയ കാര്യം സാധിച്ച രീതിയിൽ അവരും ഹാപ്പിയാകും. അത് കൂടാണ്ട് നമ്മൾ പ്രോമിസ് ചെയ്ത കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഞാൻ കോംപ്ലിമെൻ്റ് ആയിട്ട് ഒരു ചോക്ലേറ്റ് ഞാൻ കൊടുക്കുമായിരുന്നു കേട്ടോ. അവന് ചോക്ലേറ്റ് അങ്ങനെ വലിയ ഇഷ്ടമില്ല, പക്ഷേ എന്നാലും കഴിക്കും. എന്നാൽ ഞാനൊരു കോംപ്ലിമെൻറ്റ് പോലെ കണ്ട ജോഡ് മിടുക്കനാണ്, അപ്പം ഇട്ടുകൊണ്ടിരുന്ന അമ്മ ഒരു ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഭയങ്കര ഹാപ്പി ആകുമായിരുന്നു. അങ്ങനെ 1-2 ദിവസം ഞാൻ ഈ ഒരു സെയിം പ്രൊസീജിയർ ചെയ്തതിന് ശേഷമാണ് അവൻ ഇതുമായിട്ട് സെറ്റായത്. വീട്ടിലുള്ള എല്ലാവരും ഇതുമായിട്ട് സപ്പോർട്ടായിരുന്നു. കാരണം ഇവനൊന്ന് ഒരിക്കലൊന്ന് പൊട്ടിയിൽ ചൂച്ചി വെക്കുകയോ അല്ലെങ്കിൽ പോയിട്ട് അവൻ അപ്പി ഇടുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മമ്മി ആയിക്കോട്ടെ, ജോൻ ആയിക്കോട്ടെ, എല്ലാവരോടും ഞാൻ പറഞ്ഞു അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം മിടുക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലിയ പറഞ്ഞപ്പോൾ ഇവന് ഭയങ്കര സന്തോഷമായി. അതാണ് ഈ പിള്ളേരെ സംബന്ധിച്ച് നമ്മൾ അവരെ ഏറ്റവും പുകഴ്ത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരെന്ത് കാര്യവും ചെയ്യും. ഈ ഒരു 5 കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്തോ, നിങ്ങൾ സക്സസ് ആകും. ഞാനാണ് പറയുന്നത്. കാരണം ജോഡിനെ കൊണ്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അവനെ കൊണ്ട് എനിക്കിത് ചെയ്യാൻ ജോനെ പോലെ ഈസി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ട്രെയിനിങ് തുടങ്ങിയത്. പക്ഷേ അതല്ല, 2 ടൈപ്പ് മക്കളാണെന്നുള്ളത് എനിക്കിതോടുകൂടി എനിക്ക് മനസ്സിലായി. മൊത്തത്തിൽ 2 സ്വഭാവമാണ്. പക്ഷെ എന്നാലും ഇത് ഇത്രയും എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ എന്നാലും ഇത്രയും ഈ ഒരു കാര്യങ്ങൾ ഞാൻ മെയിനായിട്ട് കാര്യം നമ്മുടെ സമയം മാറ്റി വെക്കുക. 2-3 ദിവസത്തേക്ക് നമ്മൾ വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതിനു വേണ്ടി തന്നെ നമ്മൾ മാറ്റി വെക്കുക. പിന്നെ നമ്മൾ അവരുടെ കൂടെ ഇരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക. അവർക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും അത് ചെയ്യും. 1-2 ദിവസം കൊണ്ട് അവരെന്തായാലും ചെയ്യും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ എന്തായാലും വിജയിക്കും. വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളും സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളത്. പ്രതീക്ഷ കൈവിടരുത്. നമുക്ക് നല്ല ക്ഷമ വേണം. നമ്മൾ കുഞ്ഞുങ്ങളെ ഞാൻ വടിയെടുത്തു, വഴക്ക് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ചെയ്തു, എന്നിട്ടൊന്നും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ മാത്രം ഞാൻ ഫോളോ ചെയ്തപ്പോഴാണ് അവനൊന്ന് ഇതുമായിട്ട് സെറ്റായത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവൻ അപ്പി ഇടുന്നുണ്ടെങ്കിൽ എന്നോട് വന്ന് പറയും, അമ്മ അപ്പി എന്ന് പറയും. അപ്പം നേരെ ഞാൻ ക്ലോസറ്റിൽ കൊണ്ടേ ഇരുത്തും, പൊട്ടിസീറ്റ് വെച്ച് ക്ലോസറ്റിൽ കൊണ്ടേ ഇരുത്തും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂച്ചി വെക്കണമെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയും, അമ്മയെ ചൂച്ചി എന്ന് പറയും, ഞാൻ കൊണ്ടേ ചൂച്ചി വേപ്പിക്കും. അതാണ് അവൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്ത എല്ലാ അമ്മമാർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. നിങ്ങളും ഇതുപോലെ വിജയിക്കട്ടെ, എന്നെപ്പോലെ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.